ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 27 അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത്, ഈ അബാരി മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശം നോക്കുക. അത് കണ്ട ശേഷം നിന്റെ സഹോദരനായ അഹരോനെ പോലെ നീയും നിന്റെ ജനത്തോട് ചേരും. സഭയുടെ കലഹത്തിങ്കൽ നിങ്ങൾ സീൻ മരുഭൂമിയിൽ വെച്ച് അവർ കാണുക വെള്ളത്തിന്റെ കാര്യത്തിൽ എന്നെ ശുദ്ധീകരിക്കാതെ എൻ്റെ കൽപ്പനയെ മറുത്തതുകൊണ്ട് തന്നെ സീൻ മരുഭൂമിയിൽ കാദേശിലെ കലഹജലം അതുതന്നെ. അപ്പോൾ മോശ യഹോവയോട്, യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകുവാനും അകത്തു കൊണ്ടുപോകുവാനും സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരു ആളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചത്, എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂൻ്റെ മകനായ യോശുവയെ വിളിച്ച് അവൻ്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ എലയാസറിൻ്റെ സർവ്വസഭയുടെയും മുമ്പാകെ നിർത്തി അവർ കാണുക അവന് ആജ്ഞ കൊടുക്കുക. ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം അനുസരിക്കേണ്ടതിന് നിന്റെ മഹിമയിൽ ഒരംശം അവൻ്റെ മേൽ വയ്ക്കണം. അവൻ പുരോഹിതനായ എലയാസറിൻ്റെ മുമ്പാകെ നിൽക്കണം. അവനു വേണ്ടി യഹോവയുടെ സന്നിധിയിൽ ഊരീം മുഖാന്തരം അരുളപ്പാട് ചോദിക്കണം. അവനും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും അവൻ്റെ വാക്ക് പ്രകാരം വരികയും വേണം. മോശയോട് ദൈവം മോശയുടെ മരണത്തെക്കുറിച്ച് പറയുകയാണ്. അതിൻ്റെ കാരണവും പറയുന്നുണ്ട്. കലഹജലത്തിങ്കൽ ദൈവം പറഞ്ഞ കാര്യം മോശ പൂർണ്ണമായി അനുസരിച്ചില്ല. പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു, പക്ഷേ മോശ ദേഷ്യപ്പെട്ട് പാറയെ അടിച്ചു. അതിൻ്റെ ശിക്ഷയായി വാഗ്ദത്ത നാട്ടിൽ മോശ പ്രവേശിക്കില്ല എന്ന് ദൈവം പറഞ്ഞു. വാഗ്ദത്ത നാട്ടിൽ മോശ പിന്നീട് പ്രവേശിച്ചു. അത് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ മറുരൂപമലയിൽ ഏലിയാവിനോടൊപ്പം മോശ വന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വന്ന് കനാൻ നാട്ടിൽ പ്രവേശിച്ചപ്പോൾ ആ കൂടെ മോശയില്ലായിരുന്നു. മോശ അബാരിം മലയുടെ മുകളിൽ കയറി അവിടെ ഇരുന്ന് ദേശം കണ്ടു. എന്നിട്ട് താൻ മരിക്കുവാനായി തയ്യാറെടുക്കുകയാണ്. മോശ മരിക്കുമെന്ന കാര്യം മോശയ്ക്കും ദൈവത്തിനുമൊക്കെ അറിയാം. അത് നമുക്കും അറിയാം, നമ്മളൊക്കെ മരിക്കും എന്ന്. എന്നാൽ മരിക്കുന്ന സമയം ഏതാണ്ട് കൃത്യമായി മോശയ്ക്ക് മനസ്സിലായി. മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ദൈവം മോശയോട് പറയുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മരിച്ച ശേഷം നമ്മൾ എവിടെ പോകുന്ന കാര്യം ഉറപ്പാക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് വീണ്ടും ജനനം പ്രാപിക്കാത്ത ഒരു വ്യക്തി മരിച്ചാൽ നിത്യനാശത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ അങ്ങനെ യേശുവിനെ കർത്താവായി സ്വീകരിച്ച ഒരു വ്യക്തി മരിച്ചാൽ ദൈവസന്നിധിയിലേക്കാണ് പോകുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ രക്ഷിക്കപ്പെട്ട് ദൈവ മകനായി ജീവിച്ച ഒരാൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം. അത് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. മോശയോട് തൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മോശ പ്രതികരിച്ചത് ശ്രദ്ധിക്കുക. 16 വാക്യത്തിൽ, യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകാനും അകത്തു കൊണ്ടുപോകാനും സകല ജഡത്തിൻ്റെ ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേലെ ഒരാളെ നിയമിക്കുമാറാകട്ടെ. അപ്പോൾ മോശ ഇവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ സഭ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആകരുത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ തുടരാൻ ഒരാൾ വേണം. അത് മോശയ്ക്ക് അറിയാമായിരുന്നു. മോശ ചെയ്തിരുന്ന ശുശ്രൂഷ ദൈവം അവന് കൊടുത്തതാണെന്നുള്ള ഉറപ്പുള്ള ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് മോശ അത് പറഞ്ഞത്. ഇവിടെ മോശയുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, മോശയെ സംബന്ധിച്ചിടത്തോളം ജനമായിരുന്നു പ്രധാനം. മോശയുടെ സൗകര്യം, മോശയുടെ ഇഷ്ടാനിഷ്ടങ്ങളുമായിരുന്നില്ല പ്രധാനം. ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആകരുത്. ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു നേതാവ് വേണം. രണ്ടാമത്, ഇത് എൻ്റെ അല്ല. പല ആളുകളും ചില ശുശ്രൂഷകൾ തുടങ്ങുക അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് എൻ്റെ ശുശ്രൂഷ എന്ന പേരിൽ അറിയപ്പെടും. ചില സഭകൾ അങ്ങനെയല്ലേ അറിയപ്പെടുന്നു, ഇന്നയാളുടെ സഭ.
ആ ആൾ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ സഭ അയാളുടെ അല്ല, സഭ എൻ്റെ അല്ല, സഭ മൂപ്പൻ്റെയോ പാസ്റ്ററുടെയോ അല്ല, സഭ ദൈവത്തിൻ്റെയാണ്. മോശെ അത് പറയുകയാണ്, ഇത് യഹോവയുടെ സഭയാണ്, എൻ്റെ സഭയല്ല. എന്നിട്ട് താൻ പറയുന്നു, ഒരു നേതാവിനെ ദൈവം തിരഞ്ഞെടുക്കട്ടെ. മോശ അത് പറയുമ്പോൾ മോശയ്ക്ക് മക്കളുണ്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പല ശുശ്രൂഷകളും പല മിനിസ്ട്രികളും തുടങ്ങി അത് നന്നായിട്ട് പോകുമ്പോൾ അത് തുടങ്ങിയ ആൾ അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾക്ക് എൻ്റെ കാലശേഷം എൻ്റെ മക്കൾ അത് തുടരണം എന്നാണ് ആഗ്രഹം. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ മിനിസ്ട്രി ദൈവത്തിൻ്റെ അല്ല, എൻ്റെ കുടുംബത്തിൻ്റെയാണ് അല്ലെങ്കിൽ ആയിരിക്കണം എന്ന ചിന്താഗതി. മോശ ഒരിക്കലും അത് ചെയ്തില്ല. മോശയ്ക്കും മക്കളുണ്ടായിരുന്നു, പക്ഷേ മോശയുടെ മക്കളെയല്ല അവിടെ ഇരുത്തിയത്. എന്ന് മാത്രമല്ല, മോശയ്ക്ക് ഇഷ്ടമുള്ള ഒരാളെ അവിടെ ഇരുത്താം എന്നും മോശ കരുതിയില്ല. ഇപ്പോൾ ഒരാൾ റിട്ടയർ ആകുകയാണെങ്കിൽ അയാൾക്ക് ഫേവററ്റ് ആയിട്ടുള്ള, അയാൾക്ക് ഇഷ്ടമുള്ള ഒരാൾ കാണുമല്ലോ, ആ ആളെ എന്നാൽ ഈ സ്ഥാനം കൊടുക്കാം. അങ്ങനെയാണ് പലയിടത്തും സംഭവിക്കുന്നത്. പല കമ്പനികളിലും അങ്ങനെ സംഭവിക്കും, പല സഭകളിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. എനിക്കിഷ്ടമുള്ള ആളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക, എന്നോട് ചേരുന്നയാളെ, എൻ്റെ അഭിപ്രായത്തിന് റാൻ മൂളുന്നവരെ ഞാൻ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക. മോശ അതും പറഞ്ഞില്ല. മോശ പറഞ്ഞത്, ദൈവം ഒരാളെ നിയമിക്കുമാറാകട്ടെ, ഞാനല്ല, എനിക്കതിൽ യാതൊരു അഭിപ്രായമില്ല. മോശ യോശുവയുടെ പേരൊന്ന് സജസ്റ്റ് ചെയ്യുക പോലുമില്ല എന്നതാണ് ഇതിലേറ്റവും വിചിത്രമായിട്ട് എനിക്ക് തോന്നിയത്. യോശുവ എൻ്റെ കൂടെ ഇത്രയും നാൾ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ യോശുവയും കാലേബുമാണല്ലോ എൻ്റെ കൂടെ നിന്നത്, എന്നാൽ അവരിൽ ഒരാളെ ആക്കാം, ഒന്നും മോശ പറഞ്ഞില്ല. എന്നാൽ ദൈവം എന്താ ചെയ്തത്? ദൈവം അതിനൊരു യോഗ്യത കണ്ടുപിടിച്ചു. 18-ാം വാക്യത്തിൽ യഹോവ മോശയോട് കൽപ്പിച്ചത്, എൻ്റെ ആത്മാവുള്ള പുരുഷനായ നൂൻ്റെ മകനായ യോശുവയെ വിളിക്കുക. അപ്പോൾ ദൈവം നോക്കിയപ്പോൾ നേതൃസ്ഥാനത്തേക്ക് വരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ എന്ന് വെച്ചാൽ ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നവൻ. ദൈവത്തിൻ്റെ ഉള്ളിലുള്ളത് എന്തെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അറിയുന്നുള്ളൂ എന്നാണല്ലോ നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത്. അപ്പോൾ ദൈവം ചിന്തിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ വേണം നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ. മിടുക്കന്മാരെയും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെയും നല്ല ഭാഷാ സ്വാധീനമുള്ളവരെയും വളരെയധികം ആത്മീക വരങ്ങളുള്ളവരെ ഒന്നുമല്ല ഇവിടെ തിരഞ്ഞെടുത്തത്, മറിച്ച് ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന യോശുവയെ ദൈവം തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്ത ശേഷം അവിടെ കൈവെക്കുന്ന കാര്യം പറയുന്നുണ്ട്. അവൻ്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ എലയാസറിനെ സർവ്വസഭയുടെ മുമ്പാകെ നിർത്തി അവർ കാണുക അവൻ ആജ്ഞ കൊടുക്കുക എന്ന് വെച്ചാൽ കൈവെക്കുന്നത് കൊണ്ടല്ല യോശുവ നേതാവാകുന്നത്. ഇതിനെക്കുറിച്ച് പർജനാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ആളുകളുടെ മേൽ കൈവയ്ക്കുന്നതിനെക്കുറിച്ച് പുട്ടിങ് എംറ്റി ഹാൻഡ്സ് ഓൺ എംറ്റി ഹെഡ്സ് എന്ന് വെച്ചാൽ കാലിയായ കൈ കാലിയായ തലയിൽ വയ്ക്കുന്നതാണ് കൈവെപ്പെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൈവയ്ക്കുന്നത് കൊണ്ട് ഒന്നും കിട്ടാനോ കൊടുക്കാനോ സാധിക്കില്ല. ഇപ്പോൾ കൈവച്ചാൽ ചിലപ്പോൾ വേണമെങ്കിൽ വല്ല അസുഖം വരും എന്നല്ലാതെ വേറെ ഒരു കാര്യവുമില്ല. ഈ കൈവെപ്പെന്ന് പറയുന്നത് ദൈവം ഒരാളെ തിരഞ്ഞെടുത്തു, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ലാതെ അതിലധികം യാതൊരു അർത്ഥവും അതിനില്ല. അപ്പോൾ എല്ലാവരുടെയും മുമ്പാകെ നീ അവൻ്റെ മേൽ കൈവയ്ക്കുമ്പോൾ ജനത്തിനൊരു കാര്യം മനസ്സിലാവും, യോശുവയാണ് നേതാവ്. അതെന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്? ഇസ്രായേൽ മക്കളെല്ലാം മോശയെ അനുസരിച്ചതുപോലെ തന്നെ യോശുവയും അനുസരിക്കണം. പുതിയ നേതാവ് ഒരു പുറത്തുനിന്ന് വന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇതുവരെ നടന്ന കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാളാണെന്നല്ല, മറിച്ച് ദൈവം ആക്കി വെച്ച ആളാണ്. ആ നേതൃത്വം തുടരും എന്ന് കാണിക്കാൻ വേണ്ടി കൈവയ്ക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ നേതാവ് നേതൃസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാളാണ് സർവാധികാരി എന്ന ഒരു ധാരണ അയാൾക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ പുരോഹിതനായ എലയാസറിനെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എലയാസറിൻ്റെ മുമ്പിൽ വെച്ചാണ് കൈവയ്ക്കുന്നത്. മാത്രമല്ല, ഈ എലയാസർ വേണം ദൈവസന്നിധിയിൽ യോശുവയ്ക്ക് വേണ്ടി അരുളപ്പാട് ചോദിക്കാൻ. അപ്പോൾ യോശുവ നേതാവാണെങ്കിലും താൻ സർവ്വസ്വാതന്ത്ര്യമുള്ളൊരു നേതാവല്ല, മറിച്ച് പുരോഹിതന് കീഴ്പ്പെട്ടിരിക്കണം. നേതൃസ്ഥാനത്ത്, ആത്മീക നേതൃസ്ഥാനത്ത് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് അന്യോന്യം കീഴടങ്ങിയിരിക്കാനുള്ള മനസ്സ്.
യഹോവയുടെ അരുളപ്പാട് യോശുവയ്ക്ക് നേരിട്ട് ദൈവത്തിന് കൊടുക്കാമായിരുന്നു. പക്ഷേ അതല്ല ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ. പുരോഹിതനിലൂടെയാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ യോശുവ പുരോഹിതന് കീഴടങ്ങിയിരിക്കണം. ജനത്തിന് വേണ്ടി ആണ് മോശ ഒരു പുതിയ നേതാവിനെ നിയമിച്ചത്. ഇഷ്ടക്കാരുമല്ല, മക്കളുമല്ല, ദൈവം തിരഞ്ഞെടുത്ത നേതാവ്. നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ സഭകളിൽ ഈ നിലയിൽ ആത്മീയ നേതൃത്വം പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.